രശ്മി ശരത് ഫ്രം 1-to-1 മീഡിയ. ഇന്ന് ദോഹയ്ക്ക് അഭിമാനിക്കുന്ന ദിവസമാണ്. കാരണം വേറൊന്നുമല്ല, ദോഹയിലെ നാടക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള സിംഫണി ഒരുക്കിയ അതിഗംഭീരമായ, പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമായ സ്റ്റേജും അതോടൊപ്പം തന്നെ ലൈറ്റും സൗണ്ടും 150 കലാകാരന്മാർ അണിനിരക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഇശലുകളുടെ സുൽത്താൻ എന്ന പേരോടുകൂടി NMESൻ്റെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാടകമത്സരത്തിൻ്റെ 10ാം വാർഷികം, സിംഫണീൻ്റെ 15ാം വാർഷികം, അങ്ങനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇത് ഞാൻ കോഴിക്കോട് ചെയ്തതാണ്, 2 ഷോ ചെയ്തതാണ്. അന്നു മുതൽ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സെറ്റ് വർക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് മുഴുവൻ. അത്ര നല്ല കഷ്ടപ്പാട്. പിന്നെ ഒരു ട്രീറ്റ് ദോഹയ്ക്ക് തരാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ട്രീറ്റ് തന്നെയായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. ഹാർഡ് വർക്ക്. നമ്മുടെ സ്റ്റാഫും ഒക്കെ ഭയങ്കര കുറേ ദിവസമായി. മാഷിപ്പോ നാട്ടിലൊക്കെ ഒന്നും പോകാറില്ലേ? ഞാൻ ഇത് നാട്ടില് കോഴിക്കോട് ടാഗോർ സെൻറ്റർ ആയിട്ട് ശ്രീജിത്ത് കോയിൽക്കാവും മജിക്കയും കൂടി ചെയ്തൊരു സാധനമാണ്. കാരണം ഇവിടെ മേജർ പ്രോഗ്രാം ലൈല മജ്നു, മിസ്റ്റർ രാജൻ പോലുള്ള മൂപ്പര് കോംപ്ലിക്കേറ്റഡും ഏറ്റവും പ്രൗഢമായിട്ടുള്ള വർക്കുകളിലൊക്കെ എന്നെയും കൂടി സഹകരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യമാണത്. മജീദ് കൂടെ ഒപ്പം തന്നെ ഓരോ ശ്വാസത്തിലും പരസ്പരം ചേർന്ന് നിന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണിത്. പിന്നെ ആർട്ടിസ്റ്റുകൾ, ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ, ഇതിൻ്റെ പിറകിൽ ഈവൻ ഈ സെറ്റ് വർക്കേഴ്സ് പോലും, അതൊന്നും ആരും പ്രൊഫഷണൽ അല്ല. കൃത്യസമയത്ത് വേണ്ട രീതിയിൽ അഭിനയിക്കേണ്ട ആളുകൾ അഭിനയിക്കുകയും സാങ്കേതികങ്ങൾ വേണ്ട രീതിയിൽ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ കൂടി ഒരു വിജയമാണ്. ദോഹയിലെ കലാരംഗത്ത് ധാരാളം നാടക പ്രതിഭകൾക്ക് ഞങ്ങൾ കഴിയുന്നത്ര പ്രചോദനം കൊടുത്തിട്ടുണ്ട്. നാടകത്തെ നെഞ്ചോട് ചേർക്കുന്ന ധാരാളം ആളുകളുടെ സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദ ഓഡിയൻസ് ഹു ഹാവ് സപ്പോർട്ടഡ് us for all the period. നമ്മൾ രാജാവിനെ പകയിട്ട് പാട്ട് എഴുതണം. നമുക്കൊരൊറ്റ രാജാവേ ഉള്ളൂ, അതെ, ഇലാഹായ പടച്ച തമ്പുരാൻ. വൈദ്യര് കോലോത്ത് കലാപണ്ടാക്കണ്ട, പാട കൂട്ടി അവരിങ്ങോട്ട് വരും. പാട കൂട്ടി വരുന്നവർക്ക് എഴുത്ത് നിർത്തിക്കാൻ കഴിയും, പക്ഷെങ്കില് എഴുതിക്കാൻ കഴിയില്ല. കൊണ്ടു ചെന്ന് കൊടുക്കി. വൈദ്യര് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്, ഓർമ്മ വേണം. തല കുറച്ച് കത്തത കുപ്പേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അനുഭവിക്കും അറിയും. പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കില്ല, മനസ്സിലാക്കണ്ട. ഞാൻ ഇതിനായിട്ട് വന്നതുകൊണ്ട് ഇതിനായിട്ടുള്ള പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെയധികം തീരെ സമയമില്ലാത്ത 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി വന്നു. ഇത്രയധികം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ചവരെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഇതിൻ്റെ സംവിധായകൻ പ്രത്യേകിച്ചും മജീദ് ഖാ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്. അത് നാട്ടിലായാലും ഇവിടെയായാലും എല്ലാ നാടകങ്ങളും അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടകം ഇതോടെ ചെയ്തിരുന്നത്. ാണ് ഇതിൻ്റെ വലിയൊരു ടെക്നിക്കൽ, പക്ഷേ ഈ നാടകത്തിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒക്കെ പടച്ചോന്റെ കളിയല്ലേ. ഇടക്കിടക്ക് നമ്മളെ കേൾക്കരുത്. നമ്മൾ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിയെത്തും. പിന്നെ നമ്മുടെ സംവിധായകരും അതൊക്കെ ആ ഒരു രീതിയിൽ നമ്മളെ കാണുകയും ചെയ്യുന്നു. നല്ല ഹാർഡ് വർക്ക് ഓരോ സംഗതികളും. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി വിജയിപ്പിക്കാൻ സാധിച്ചതെന്ന് തന്നെ. മോയിൻകുട്ടി വൈദ്യരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കടന്നുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഭാഗ്യവാന്മാർ. അത്ര
മേലിന്ന് അടിയൊഴുക്ക് കൂടുതലാണ്. പ്രിയേ, നിന്നെ കാണാതെ ഒരുമിച്ചില്ലാതെ വയ്യ. എന്ത് രാജ്യത്തിനും അപ്പുറം ഒരു ലോകമില്ല. നാടക സൗഹൃദം എന്ന് പറഞ്ഞ് ആ സംഘടനയുടെ 10ാം വർഷമാണ്. ഞാനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി, മജീദ് സിംഫണി അതിൻ്റെ പ്രസിഡന്റുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിൽ നടന്ന ഒരു 2 സ്റ്റേജിൽ കളിച്ച് ശ്രീജിത്ത് പുയിൽക്കാവ് സംവിധാനം ചെയ്തിട്ട് കോഴിക്കോട് ടാഗോർ ഹാളിൽ 2 സ്റ്റേജ് കളിച്ചതാണ്. ആ സാധനം ഇവിടെ കളിക്കണമെന്ന് മജീദ് ഭായിയുടെ സ്വപ്നമായിരുന്നു. കാരണം ലൈറ്റ് ആൻഡ് സൗണ്ട് കൊണ്ട് ഒരു വിസ്മയം തന്നെയാണ് മജീദ് ഭായി തീർത്തേക്കുന്നത്. അപ്പോൾ അതിൽ ബദറുൽ മുനീറിൻ്റെ ഒരു പ്രധാന വേഷം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. മുഹബത്ത് എന്നാൽ എന്താ? ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ മനുഷ്യ സ്നേഹം. എന്തിനാ മുഹബത്ത്? ലോകത്തെ അറിയാൻ, പുതുതലമുറയ്ക്ക് വിരുന്നൊരുക്കാൻ, ആണിനും പെണ്ണിനും അടുത്തറിയാൻ. മോയിനെന്തെങ്കിലും മുഹബത്തിൽ? ഓക്കിനോട് മുഹബത്ത്. എന്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെ മുഹബത്ത് ഉണ്ടാവോ? ഉണ്ടാവോന്ന് ചോദിച്ചാ മോയിൻ, നീ ഉസ്നുൽ ജമാലിന്റെയും ബദറുൽ മുനീറിന്റെയും കഥ കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ആ കഥ പറയാ. അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണം, അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണെന്ന് ഇവിടെ MBSന്റെ ഈ വലിയ ഗ്രൗണ്ടിൽ 2000-ലേറെ ആളുകൾ സാക്ഷ്യം വഹിച്ച ഈ പരിപാടി മൊത്തത്തിൽ നമുക്കിന്നൊരു അഭിമാനിക്കാനും സന്തോഷിക്കാനും വക നൽകുന്ന ഒരുപാട് നിമിഷങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കലാസൃഷ്ടിയെ എല്ലാ ആളുകളും ഏറ്റെടുത്തു. അത് നമ്മുടെ ഓഡിയൻസിന്റെ ആ ഒരു ശരീരഭാഷ എന്നും അവരുടെ ഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കയ്യോടുകൂടി കൂടിയിട്ട് ഈ ഒരു വലിയ സംരംഭത്തിൻ്റെ മജീദ് കയുടെ ഒരു ഡ്രീമായിട്ടുള്ള ഒരു ഇതിനൊരു സാക്ഷാത്കാരം മാത്രമല്ല, അത് ജനം 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മുമ്പും പല ഡ്രാമകളിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര വൈഡ് സ്കെയിലുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും. അപ്പോൾ ഇത്രയും വലിയൊരു സംരംഭത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹിന്ദുരാജ്യം ജയിക്കട്ടെ, അജ്മീർ തിളങ്ങട്ടെ. അങ്ങയോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നേ. പറയ്. അത് രഹസ്യമാണ് മന്ത്രി തമ്പുരാനെ. തമ്പുരാനെ, വലിയ അപകടം സംഭവിക്കാൻ പോകും. അല്ലാഹുവിന്റെ കാര്യം കൊണ്ട് ഈ ഉള്ളവനത് കേട്ടു. ഇല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോയേനെ. കാര്യം പറയൂ. അങ്ങയുടെ മകൻ ഒളിച്ചോടാൻ പോകുന്നു, അതും രാജകുമാരിയോടൊപ്പം. പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ഈ ഉള്ളവർ കേട്ടതാ. ഇന്ന് രാത്രി തന്നെ അവർ ഹിന്ദു വിട്ടു പോകും. തടയണം തമ്പുരാനെ, തടയണം. അപ്പോൾ അതിൻ്റെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് വില്ലൻസ് ഉണ്ട്. പിന്നെ നായികയോ മറ്റേ ജമാലിനെ വളക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതായിട്ടുള്ളൊരു കഥാപാത്രം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വെറൈറ്റി റോൾസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും അത് ചെയ്യുന്നു. എന്തായാലും ആളുകൾ സ്വീകരിച്ചൊരു സന്തോഷം. സിദ്ദീഖ് വടകര, താങ്ക് യു ഹോൾ നാടക സൗഹൃദം വേദി, താങ്ക് യു തോമ, താങ്ക് യു 1-to-1 മീഡിയ. ഭയങ്കര രസമായിരുന്നു, സന്തോഷമുണ്ട്. ഇത് ശരിക്കൊരു ട്രൂ സ്റ്റോറിയാണ്. മൊയ്തീൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് വലിയൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിലൂടെ ഒരു ചെറിയ ജേണി നടത്താൻ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നമുക്കറിയാം ഖത്തറിൽ അങ്ങനെയൊന്നും നാടകങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്കൊരു പെർഫോമൻസ് ഒന്നും ചെയ്യാൻ അവസരം കിട്ടുന്ന വളരെ കുറവാണ്. അപ്പോൾ മജീദ് ക സിംഫണി മജീദ് ക എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടകസൗധ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ താങ്ങും തണലുമാണ് നാടകസൗധ. അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടാണ് ഇവിടെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിൻ്റെ പാട്ടാവാൻ ഞങ്ങൾക്ക് സാധിച്ചു.
സിദ്ദിഖ് വടകര, ബാവക്ക, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ സുധാകരേട്ടൻ ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ്, അതുപോലെ ശ്രീജിത്ത് ഏട്ടൻ, അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ള ആൾ, ശ്രീജിത്ത് പൊയ്ക്കങ്കാവ്. പക്ഷേ അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. സന്തോഷം. എന്താ പറയുക, വളരെ ഷോർട്ട് പീരീഡിൽ ചെയ്തിട്ടുള്ളൊരു ഡ്രാമയാണ്. അതിൻ്റേതായ ചില അപകടങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും നമ്മൾക്ക് ഇത് വലിയൊരു സന്തോഷമാണ്. അഭിനയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, നാടകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ചെറിയൊരു സംരംഭം, വലുതൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അത് കാണികളുടെ എണ്ണക്കൂടലല്ല ഞങ്ങൾ പരിഗണിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഒരു കഥാപാത്രത്തിലൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്പർശിച്ച് പോകാൻ പറ്റി എന്നതിലാണ് സന്തോഷം. ഒരു കാര്യവുമില്ല. നാട് വിട്ട കഥ ഇപ്പോ ഹിന്ദു മുഴുവൻ പാട്ടായിക്കാണ്. ഒളിച്ചോടിയ പെണ്ണിന് ഇനി എന്ത് ജീവിതം? നമുക്ക് ഇവിടെ ജീവിക്കാം. ഞാൻ ഒന്നുപോലെ നോക്കാം. എന്നാലൊരു കൂടാരം കിട്ടുക. എനിക്ക് വിശപ്പ് ദാഹം സഹിക്കാനാവുന്നില്ല. കഴിക്കാൻ എന്തെങ്കിലും വേണം. അങ്ങനെ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. കൂടാരം കിട്ടുക, അതിനു മുമ്പ് ഭക്ഷണം. ആ നോക്ക്, അവിടെ ഒരു ഭക്ഷണശാലയുണ്ട്. വേഗം എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയില്ല. ഇവനൊരു അല്പബുദ്ധി. എങ്ങനെയെങ്കിലും ഇവരെയും വെട്ടിച്ച് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടണം. എന്റെ കുമാരനെ കാണണം. ഹുസ്നുൽ ജമാലിനെ വശീകരിച്ചെടുത്തോണ്ട് പോണതാണ് അതിന്റെ സംഭവം. ബട്ട് അത് സക്സസ്ഫുള്ളായി വന്നതിൽ ഒത്തിരി സന്തോഷം. അല്ല, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ അടിപൊളിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. റിഹേഴ്സൽ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. നാളെ തൊട്ട് ഇനി റിഹേഴ്സലിന് വരാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രാക്ടീസ് പീരീഡ് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു. ഒരു ഫാമിലി പോലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഹെർനസ് ഒരു ഏകദേശം ഒരു 25 കിലോ വെയിറ്റുള്ള ഹെർനസാണ് ഒപ്പം അരയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഹുക്ക് ചെയ്തിട്ട്, കാരണം ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ എയറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൺസ് അതിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി നിൽക്കാനുള്ള ഒരു സ്പേസ്. അപ്പോൾ നമ്മളവിടെ തന്നെ നിന്നു. പക്ഷേ ഓവറോൾ നമ്മളവിടെ ഇറങ്ങി വരുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്നൊരു കയ്യടികളും അവരെ ക്ലാപ്സും, അത് ആ മൊമെൻ്റാണ് നമ്മൾ ജീവിക്കുന്നത്. നാടകം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റേജിൽ കാണുന്നതല്ല, അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകൾ, അതിനുമായി രൂപപ്പെടുന്ന വരുന്ന ഒരു സാംസ്കാരിക ഒരു ആളുകൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഇടപെടലുകളുണ്ട്. അങ്ങനെ വളർന്നു വരുന്നൊരു കലയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാവുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, തടത്തിലും പിടുത്തൊന്നുമില്ല. കാളയെ പൂട്ടാനുള്ള ആൾക്കാരൊക്കെ എത്തിയല്ലോ. കളിപ്പാട്ടാ, ഓ ആ കാളേനെ നല്ലോണം കെട്ടണേ. അതിന്റെ നോട്ടം കാണുമ്പോ തന്നെ പേടിയാവുന്നു. അതിന്റെ മുഖത്തേക്ക് നോക്കട്ടെ. നാടക സൗഹൃദം ദോഹ നടത്തുന്ന ഒരു പരിപാടി മുൻപ് അവർ ചെയ്ത പല പരിപാടികളിലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ ഇതോടൊപ്പം തന്നെ വേറെ ഒരു വേഷം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ
ബ്രിട്ടീഷ് ഇൻസ്പെക്ടർ എന്നുള്ള 2 വേഷമാണ് ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചത്. അപ്പം അങ്ങനെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂട്ടത്തിൽ സഹകരിക്കാൻ പറ്റി, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നെ നാടകം നമുക്ക് എപ്പോഴും ഒരു ആവേശമാണ്. അപ്പം ദോഹയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നും അറിയില്ല പിന്നെ മജീദ്ക്കാണ്, സിംഫണി മജീദ്ക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സിദ്ദിഖ്, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സിദ്ദിഖ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ പോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പടയാളിയാണ്. അത് ഇതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റവറും കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ളത് കാണിച്ചിട്ട് ഒരു വേഷമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഗ്രൂപ്പ് ആയിട്ട് ഇത്രയും 125ഓളം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു മഹത്തായ സംഭവം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടിട്ടില്ല ഇവിടെ. അതെ അതെ അതെ. കവികളിൽ കുലപതി, ഈണത്തിനധിപതി, കതിരിട്ടൊരക്ഷര സുഗന്ധവനി, ആ കവി പൂമാനവരുടെ ചരിത്രനിധി നല്ല രസവണിമാല പോൽ കോർത്തൊരുക്കി. എനിക്കിഷ്ടായി. ഞമ്മളൊരു സമ്മാനം തന്നാ നിങ്ങള് വാങ്ങുമോ? എന്ത് സമ്മാനം? ഇത് അറേബ്യയിലെ സുൽത്താൻമാര് തേക്കുന്ന ഊതാ. ബാപ്പാക്ക് ഷെയ്ഖുമാര് സമ്മാനായിട്ട് കൊടുത്തതാ. ഞമ്മടെ മുളു ഓർക്ക് അത്രയ്ക്ക് പൊടിച്ചൂന്ന്. വാങ്ങിക്കോളി. ബാപ്പാനോട് ഞമ്മള് ചോദിച്ചിട്ടില്ല. തുറന്നോക്കി. ആ പോരിശപ്പെട്ട അറേബ്യൻ മണ്ണിന് ഈന്റെ മണ്ണായിരിക്കും. അതൊന്നും ഞമ്മക്കറിയൂലേ. ഇനി നല്ല മണ. അതെ, വിഷമിക്കാതെ രാജകുമാരി. ലോകം ചിലപ്പോൾ ഇങ്ങനെയാണ്. എന്തായാലും മന്ത്രികുമാരൻ ഇപ്പോഴും എത്തില്ലേ? നോക്ക്, നേരം വല്ലാതെ ഇരുന്ന് തുടങ്ങുന്നു. കിളികളെല്ലാം ചില്ല് ചേക്കാറാൻ പോകുന്നു. ഇനിയും വൈകിയാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാം. നമുക്ക് കുറച്ചു നേരം കൂടി കാക്കാം. മോയിനെ വിസ്മിയും താമക്കം കൊണ്ടാടി തുടങ്ങുന്ന വന്ന് ജന കാരുണൂർ ചൊന്ന ചൊൽ കേട്ടില്ലേ പൊട്ട. ഈ ഏറനാട്ടിലൊന്നല്ല, ലോകം മുഴുവനും പരക്കട്ടെ. ഇത് നല്ല കൂത്ത്. കാലാകാലായിട്ടുള്ള കുടുംബവശം വേണ്ടെന്ന് വെക്കാൻ നിങ്ങളാര് ഇന്നാട്ടിൽ കരം തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മറിക്കാർ തന്നെയായിരിക്കും. ഞാൻ ആരാണെന്ന് കാണിക്കാം.
അതൊരു പേർഷ്യൻ കഥയാ, അല്ലാണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ കൊണ്ടോട്ടിയൊക്കെ മുഴുവൻ പാലൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ കീർത്തി ഈ ലോകം മുഴുവൻ അറിയിച്ച മോയിൻകുട്ടിക്ക് നാടിന്റെ ആദരവനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മോയിന്റെ മുൻകാര്യങ്ങൾ ലോകപ്രശസ്തമായ വിധം എന്നെ പോലെ നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ. അതൊക്കെ എല്ലാവരും കാര്യങ്ങളായിരിക്കും, അത്രയൊക്കെ പറഞ്ഞാൽ മതി. അപ്പോ നമ്മുടെ മോയിനെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. അസലാമലൈക്കും. മോയിന്റെ അടുത്ത കാവ്യം എന്താണെന്നപ്പോ നമ്മൾ അറിയിക്കുന്നത്. ഇതിലും വലിയൊരു കാവ്യം എങ്ങനെയാ ഒരു മനുഷ്യനെ ഇതാക്കുന്നത്? ഞാൻ അധികം പറഞ്ഞില്ല, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോയിൻകുട്ടീനെ ക്ഷണിക്കുകയാണ്. ക്ഷമിക്കണം, മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവർകളെ ക്ഷണിക്കുകയാണ്. ഈ പനി നമ്മളെ കൊണ്ടേ പോണേ. നമ്മൾ പഠിച്ചിട്ടില്ലേ പാപ്പ വൈദ്യം? നിങ്ങളല്ലേ നമ്മളത് പഠിപ്പിച്ചത്? ഇത് ജയിക്കൂല പാപ്പ, ജയിക്കൂല. വയസ്സിൽ മഹാകവി അന്ത്യയാത്രയായെങ്കിലും കവിയുടെ ഇശലുകൾ ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. ശരിക്കൊരു നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് എഫക്റ്റോടുകൂടി ഒരു പരിപാടി. പിന്നെ മജീദ് ഖാനൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ട് നല്ല പരിപാടി ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പണ്ട് ഞാനും ലൈല മജ്നുവിലെല്ലാം ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കീനായിട്ട് വന്ന് കണ്ട പരിപാടി. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളതായിരുന്നു. നല്ല രീതിയിൽ തന്നെ അത് അണിയിച്ചൊരുക്കി. ഭയങ്കര ടെക്നിക്കലും ഭയങ്കര രസമാണ്. കുറച്ചേരം ഇരുന്നിട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രം അങ്ങനെ വല്ലാതെ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ശരിക്കും അതിന്റെ രംഗ സജ്ജീകരണം വളരെ ഉഷാറായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു.